ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചേന വെച്ച് നല്ലൊരു ചേന ഉലർത്തിയതാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉലർത്താണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ചേന ഈ ഒരു സൈസിലെല്ലാം ഒന്ന് കണ്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടിച്ച് നന്നായിട്ട് വൃത്തിയാക്കി കഴിയതിന് ശേഷം നമുക്കിതുപോലെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചേനയ്ക്ക് കുറച്ച് വേവുള്ളതുകൊണ്ടാണ് നമ്മൾ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കുന്നത്. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വേണ്ടത് വെള്ളമാണ്. എന്തോരം ചേനയാണോ ഉള്ളത് അതിൻ്റെ ഒരു പകുതി ഭാഗം വരുവോളം വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടിപ്പോയാലും ഇതാകെ വെന്ത് കലങ്ങിപ്പോകും. അതുകൊണ്ട് ചേനയുടെ പകുതി ഭാഗത്തോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒറ്റ വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. അടുത്തായിട്ട് വേറൊരു പാത്രം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളമെല്ലാം പറ്റി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടും ചൂടായി വന്നു കഴിഞ്ഞാൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഗോൾഡ് കളർ ആകുവോളം ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് സവോള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ആയാലും നല്ലതാണ്. അടുത്തായിട്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരിവായതിന് ശേഷം അടുത്തായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പേസ്റ്റായിട്ട് ചേർക്കുന്നതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും കൂടി ചേർത്ത് പച്ചമണം നന്നായിട്ടൊന്ന് മാറുവോളം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അടുത്തായിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വേണ്ടത് മല്ലിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടി മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചേന ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചേന വെന്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ചേനയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനി പറ്റി വരുന്നതാണ് കണക്ക്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉലർത്തിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ചെറുതായിട്ട് വെള്ളം പറ്റി വരുവോളം ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഏകദേശം പറ്റി വന്നിട്ടുണ്ട്. ഉലർത്തുന്നത് കൊണ്ട് തന്നെ ഫുള്ളായിട്ട് വെള്ളം പറ്റി വരണമെന്നില്ല. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേന ഉലർത്തിയത് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു മെയിൻ ഐറ്റം ചേർത്ത് കൊടുക്കാനുണ്ട്. നല്ല പച്ച കുരുമുളക് അരച്ചതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ പച്ച കുരുമുളക് അരച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റിന് നല്ല സൂപ്പറായിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചേന ഉലർത്തിയത് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയാണെങ്കിലും ഇത് അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ചേന ഉലർത്തിയതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കുരുമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു തവി വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. എന്നാലാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ തീ ഒന്ന് ഓഫ് ചെയ്ത് കൂടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചേന ഉലർത്തിയത് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇത് എന്തിൻ്റെ കൂടെയാണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. ചേനയാണെന്ന് പറയുകൂടിയില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്